പാലക്കാട് ചിറ്റൂരിൽ കാണാതായ 6 വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം കുളത്തിൽ നിന്നും കണ്ടെത്തി. കാണാതായ 21 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം ലഭിച്ചത്. സുഹാന്റേത് മുങ്ങി മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടി കുളത്തിലെത്തിയതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ചിറ്റൂർ നഗരസഭാ ചെയർമാൻ ആവശ്യപ്പെട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ചിറ്റൂർ അമ്പാട്ടുപാളയം എരുങ്കോട് സ്വദേശി മുഹമ്മദ് അനസ് താഹിറ ദമ്പതികളുടെ 6 വയസ്സുള്ള സുഹാൻ എന്ന കുട്ടിയെ കാണാതായത്. 8 വയസ്സുള്ള സഹോദരനോട് പിണങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിയ കുട്ടിയെ കാണാതാവുകയായിരുന്നു. വീടിന് സമീപത്തെ കുളങ്ങളിൽ ഇന്നലെയും ഇന്ന് രാവിലെയും പരിശോധന നടത്തി. CCTVകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. വീട്ടിൽ നിന്ന് 800 മീറ്റർ അകലെയുള്ള കുളത്തിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം ലഭിച്ചത്. കുളത്തിൽ കുളിക്കാൻ എത്തിയവരാണ് മൃതദേഹം കണ്ടത്. ഈ കുളത്തിൽ കുട്ടി എത്തിയതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അമ്മ വീട്ടിലായിരുന്നു ആ സമയത്ത്. അമ്മ ഈ വഴിക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ടുണ്ടാവുമോ എന്ന് ഏതായാലും വിശദമായി പരിശോധിച്ചു. ഒരു അസ്വാഭാവികത ഉണ്ട്. കാരണം സാധാരണഗതിയിൽ അങ്ങനെ കുട്ടി വരാറില്ല. കുട്ടി വീട്ടിൽ നിന്ന് അധിക ദൂരം ഒറ്റയ്ക്ക് പോയി കളിക്കാവുന്നതല്ല. ഈ പരിസരത്ത് അങ്ങനെ വരാത്ത കുട്ടിയാണ്. എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് അറിയില്ല. ഈ പരിസരം ഇങ്ങോട്ട് വരില്ല ആ കുട്ടി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് പരിശോധിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു റിപ്പോർട്ട് ഉണ്ടാവും അവർക്ക് തോന്നുന്നു. ഇപ്പം നോക്കുമ്പോൾ വലിയ നേരത്തെയും ആ കുട്ടി അതിലേ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. സുഹാന്റെ പിതാവ് മുഹമ്മദ് അനസ് ഗൾഫിൽ നിന്നും നാട്ടിലെത്തി. സുഹാന്റെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മീഡിയ 1 പാലക്കാട്.